ഉള്ളത് പറയാം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ കടപുഴകിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലെ LDF ആധിപത്യം. സ്ഥിരമായി LDF നേട്ടമുണ്ടാക്കാറുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പോലും UDF കടന്നുകയറി. കൊല്ലം കോർപ്പറേഷനിൽ പോലും അട്ടിമറി നടത്താൻ UDFന് കഴിഞ്ഞത് ചില്ലറ കാര്യമല്ല. ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും കാര്യങ്ങൾ മാറാമെങ്കിലും LDFനെതിരെ ഒരു തരംഗം തന്നെ ഉണ്ടായി എന്നതിൽ സംശയമില്ല. ഉജ്ജ്വലമായ വിജയം നേടി UDF കുതിക്കുകയാണ്. ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വെച്ചൊരു നറേറ്റീവ് വികസനം അത് കൃത്യമായി ജനങ്ങൾ സ്വീകരിച്ചു. ജനങ്ങൾ അതിന് പിന്തുണ തന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഞങ്ങളുടെ ഇന്നത്തെ റിസൾട്ട്. LDFന്റെ പരാജയം, LDFന് നന്നായി ഒരു പരാജയമുണ്ട്. അവരുടെ ഒരു അഴിമതി രാഷ്ട്രീയവും അവരുടെ പ്രീണ രാഷ്ട്രീയവും അതിനെല്ലാം ജനങ്ങൾ കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം UDFനും കിട്ടിയിട്ടുണ്ട്. മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്ന ശക്തികളുമായി നല്ല യോജിപ്പോടുകൂടിയാണ് UDF മത്സരിച്ചത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ BJPയെയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനാവുക. BJPക്ക് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ജയിക്കാനായി എന്നതൊഴിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. LDFനെ ഞെട്ടിക്കുന്നതാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം. UDFന് മാത്രമല്ല BJPക്കും ഇരട്ടി മധുരം. രാഷ്ട്രീയ പോരാട്ടമായി കണക്കാക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പോലും LDFന് അടിതെറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് മുന്നിൽ അടിയറ വെച്ചത് കനത്ത രാഷ്ട്രീയ തോൽവി. കഴിഞ്ഞ അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ, BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിന്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ, BJPയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതോടൊപ്പം ഇവിടെ ഭരിച്ചിട്ടുള്ള മേയർമാർ, ആ മേയർമാർ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് സമ്പൂർണമായിട്ട് വികസനമില്ലാതാക്കി കോർപ്പറേഷനെ വിറ്റ് തിന്നത് എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. അതിനോട് ജനം പ്രതികരിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ജനങ്ങളോട് ആദ്യം നന്ദി പറയുന്നു, പ്രവർത്തകരോട് നന്ദി പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മാറ്റത്തിനുള്ളൊരു വോട്ടാണ്. വികസിത കേരളം എന്ന് പറഞ്ഞൊരു വികസന രേഖ കാണിക്കുമ്പോൾ അതിനായിട്ട് അതിൽ വിശ്വാസം അർപ്പിച്ച്, കാരണം തിരുവനന്തപുരം നന്നായേ പറ്റുമെന്ന് എല്ലാവർക്കും തോന്നി. അതുകൊണ്ടാണ് ഒരു ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത്. LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം അത് പ്രതിഫലിപ്പിക്കാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJP NDA ആണ് അവസരമായിട്ട് കണക്കാക്കിയത്. പലയിടത്തും വലിയ മുന്നേറ്റമാണ് ഞങ്ങളെ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറെ പഴികേട്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ CPMന് ചില്ലറ നഷ്ടമല്ല വരുത്തിയതെന്ന് വ്യക്തം. 15 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടി BJP ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ ഭരണം പിടിച്ചപ്പോൾ UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനും തിരുവനന്തപുരത്ത് കഴിഞ്ഞു. ഇതും ആശ്വാസമാണ്. ഈ ഇലക്ഷനിൽ മുതിർന്ന നേതാവ് ശ്രീ K മുരളീധരൻ, അദ്ദേഹം തിരുവനന്തപുരത്തെ MLA ആയിരുന്നു, APCC പ്രസിഡന്റായിരുന്നു, സുപരിചിതനാണ്. അദ്ദേഹത്തിന് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ചാർജ് കൊടുത്ത് അദ്ദേഹം ഇവിടെ നല്ല ഹോംവർക്ക് നടത്തി, ടീം വർക്ക് നടത്തി. കോൺഗ്രസിൻ്റെ എണ്ണം 10-ൽ നിന്ന് 19 ഉയർത്തി, 10-ൽ നിന്ന് 19 ഉയർത്തി. പക്ഷെ CPMന്റെ സീറ്റ് കുറഞ്ഞു. 2 മല്ലന്മാർക്കിടയിൽ നന്നായി പിടിച്ചു നിൽക്കാൻ UDFന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്, കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിനേക്കാൾ ഇരട്ടി സീറ്റ് ഇത്തവണ വിജയിച്ചു.
അപ്പോ ഈ BJPയുടെ ഒരു വിജയം താൽക്കാലികമാണ്. നല്ല സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ആണ്. വളരെ നല്ല കാര്യങ്ങൾ ഇനി തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നു. അനന്തപുരി വികസനത്തിന്റെ പാതയിലാണ്. അഴിമതിരഹിത ഒരു ഭരണം, സുസ്ഥിര ഭരണം ദാ വരികയാണ്. തിരുവനന്തപുരത്തിന്റെ വികസനം, ആ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകും. ലോകത്തിലെ ഏറ്റവും വലിയ നല്ലൊരു നഗരമാക്കി ഈ അനന്തപുരിയെ, തിരുവനന്തപുരത്തെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി NDA ബാധ്യസ്ഥരാണ്. LDFന്റെ എതിരെ ഒരു നല്ല ഒരു വികാരം, ഒരു ഫീലിംഗ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് ഭരിച്ചത്. പക്ഷേ 10 കൊല്ലം അവർ ചെയ്തത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ LDFന്റെ എതിരെ ഒരു മാൻഡേറ്റ് ആണ് ഈ ഇലക്ഷൻ. ഞങ്ങൾക്ക് കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ട്, UDFന് അത് കൂടുതൽ ഗുണം കിട്ടിയിട്ടുണ്ട്, അതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അടിത്തറയൊന്നും തിരുവനന്തപുരം നഗരസഭയിലോ തിരുവനന്തപുരം ജില്ലയിലോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നഗരസഭ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ നന്നായി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും നഷ്ടം CPMനാണ്. CPM വരുത്തുന്ന നഷ്ടം അവിടെ BJPക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുണ്ടായത്. ഞങ്ങളവിടെ മെച്ചപ്പെടുത്തുക ചെയ്തത്. ഇപ്പോൾ BJP വിജയത്തിന് ഇപ്പോൾ നേമത്ത് K. മുരളീധരൻ പരാജയപ്പെട്ടെങ്കിൽ അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് അദ്ദേഹമാണ്. പഴയ ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചു വരാനായതാണ് സംസ്ഥാനത്ത് UDFന് ഏറെ ആശ്വാസം നൽകുന്നത്. കേരള കോൺഗ്രസ് മാണി മുന്നണി വിട്ടതിന് ശേഷം നഷ്ടമായ കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും തിരിച്ചു പിടിക്കാനായത് ചില്ലറ കാര്യമല്ല. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ: കയ്യെ തിന്നാൽ പനയും തിന്നാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഒറ്റക്കെട്ടായി ഇവിടെ തൊടുപുഴയിലെ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, ഞങ്ങൾ ഒന്നിച്ച് അണിനിരന്നു, ഒന്നിച്ച് നീങ്ങുമെന്ന് പറഞ്ഞു. കേരളം മുഴുവൻ മുദ്രാവാക്യം ഏറ്റെടുത്തു. ആ സ്പിരിറ്റ് എല്ലായിടത്തും പ്രവർത്തിക്കും. അതുകൊണ്ട് UDF തൂത്തുവാരി. ഏതൊക്കെയാലും ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥിയെ, പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾ, അത് ഏത് മുന്നണിയാകട്ടെ, അത് UDF ആകട്ടെ, LDF ആകട്ടെ, അത് NDA ആകട്ടെ, ഏത് മുന്നിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ച മുഴുവൻ പേരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. മാത്രമല്ല ജനവിധി ഞങ്ങൾ മാനിക്കുന്നു. ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ്. മഹാഭൂരിപക്ഷവും ഐക്യജനാധിപത്യ മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഈ പ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാന തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി ഞങ്ങളിതിനെ വിലയിരുത്തും. UDF വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വൻ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത്. അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്തുകൾ തൂത്തുവാരി വിജയിച്ചിരിക്കുകയാണ്. അതായത് UDF വിജയിച്ചിട്ടുള്ള 30-ലധികം വരുന്ന പഞ്ചായത്തുകളും ഏതാണ്ട് 80%-ലധികം വിജയ ശതമാനമാണ് അവിടുത്തെ വാർഡുകളിൽ ഉണ്ടായിരുന്നത്. എവിടെയാണ് LDFനെ പിഴച്ചത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്താൻ പറ്റിയ ഒരു അവസരമാണിത്. അത് രാഷ്ട്രീയമായിട്ട് CPMന്റെ വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. വലിയൊരു സാമുദായിക ധ്രുവീകരണമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. മലപ്പുറത്ത് ലീഗിനൊപ്പം ചേർന്ന് നടത്തിയ വൻ കുതിപ്പും വയനാട്ടിലെ തിരിച്ചുവരവും ഇതിനോടൊപ്പം ചേർക്കാം. ആദ്യമായി ഞാൻ കേരള ജനതയ്ക്ക് നന്ദി പറയുകയാണ്. ഇത്ര നല്ലൊരു വിജയം UDFന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാലക്കാട് വാർഡാണ്. ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ്. UDFന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF പ്രവർത്തകർ വോട്ട് ചെയ്തു. അത് ഇതിനകത്തും ആവർത്തിക്കുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതുപോലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധ വോട്ടാണ് കേരളത്തിൽ കണ്ടത്. ജനങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചോ? അന്ന് CPMനെ ജനം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കാര്യം. ഒരുപാട് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ അഭിലാഷങ്ങളെ
കബറടക്കിയ ഗവൺമെന്റാണ് പിണറായിയുടെ 10 വർഷത്തെ ഗവൺമെന്റ്. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായത്. BJP വോട്ട് കൂട്ടിയാൽ കോൺഗ്രസിനും UDF-നുമായിരിക്കും തിരിച്ചടി എന്ന CPM വിലയിരുത്തൽ തകർന്നടിഞ്ഞു. BJP പിടിച്ചത് കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല, CPM-ൽ നിന്ന് വൻ ചോർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദി വീണ്ടും വരാതിരിക്കാനുള്ള ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്ന് തോൽവി വിലയിരുത്തിയ CPM തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. LDF വിരുദ്ധ വികാരമാണെങ്കിൽ 7 ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ. നല്ല രീതിയിലാണ് ഈ രീതിയിലുള്ള കാര്യം ഉണ്ടായത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ? തുടർ ഭരണത്തിൽ ഗവൺമെൻറ്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ. അതൊക്കെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്ന് ഇപ്പോഴെല്ലാവരും അംഗീകരിച്ചതാണ്. 35-നും 60-നും മധ്യ പ്രായമുള്ള മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ കൊടുക്കണ്ട എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ വിലയിരുത്തലാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചത് തെറ്റാണെന്ന് വിലയിരുത്തേണ്ടി വരും. അത് തെറ്റാണെന്ന് ജനങ്ങളാരും പറയുന്നില്ല, ഞങ്ങളും കാണുന്നില്ല. കോട്ടകൾ കൊല്ലത്ത് പോലും തകർന്നടിഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലെ തോൽവി ആദ്യത്തേതാണ്. തൃശ്ശൂരിൽ ഭരണം നഷ്ടമായി. കേരള കോൺഗ്രസ് M ഉണ്ടായിട്ടും ലോക്സഭയിലെ എന്ന പോലെ ഇപ്പോഴും മധ്യ കേരളം കൈവിട്ടു. ലോക്സഭയിലെ ഏതാണ്ട് സമാനമാണല്ലോ ഈ തോൽവി. എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ, ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളത് സാമാന്യ നിയമമല്ലേ. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് കാരണസഹിതം ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത്തരമൊരു വിധി ജനങ്ങളിൽ നിന്നുണ്ടായി എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തുടർ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 5 കോർപ്പറേഷനുകൾ കേരളത്തിൽ LDF-നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ 1-ൽ നിന്ന് 4-ലേക്ക് ഉജ്ജ്വലമായ വിജയം നേടുകയും മറ്റ് 2 കോർപ്പറേഷനുകളിലും നല്ല നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വീകരിക്കാൻ BJP മേയർ വരും എന്ന് BJPയുടെ സ്വപ്നം പൂവണിഞ്ഞതിൽ സ്ഥാനമൊഴിയുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരായ തലസ്ഥാന നിവാസികളുടെ എതിർപ്പും കാരണമായി. വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു നഗരസഭാ ഭരണം. BJPയിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും 35-ൽ നിന്ന് 50 സീറ്റിലേക്കുള്ള വളർച്ച. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ നമുക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ 3-4 കൗൺസിലേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചരിത്ര വിജയത്തിന്റെ ഭാഗമായി എനിക്കും കഴിഞ്ഞു. പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഇതിപ്പോ പറഞ്ഞതുപോലെ ശ്രീ രാജീവ്ജി അകത്തുണ്ട്. വരുന്ന പോലെ 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വന്ന് പുതിയൊരു വികസന രേഖ തന്നെ ഇവിടെ പുറത്തിറക്കണം. ഈ നിയമസഭയുടെ ഒരു സെമി ഫൈനലാകും എന്നിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്സഭ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം ഉണ്ടായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. അപ്പോ ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനലിന്റെ ഒരു ദിശ, ഒരു ഡയറക്ഷൻ ബോർഡ് തന്നെയാണ്. മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് വലിയ താക്കീതാണ്. എത്ര അല്ലെന്ന് പറഞ്ഞാലും
UDF വർഗീയതയെ താലോലിക്കുന്നു എന്ന് ആരോപിച്ചാലും താക്കീത് തന്നെയാണ്. സർക്കാരിലും മുന്നണിയിലും നടത്തേണ്ട തിരുത്തലുകൾ ഈ ജനവിധിയുടെ മുന്നറിയിപ്പാണ്. ക്ഷേമ പെൻഷനുകൾ വാങ്ങിയിട്ടും തിരിച്ചു പണിതല്ലോ എന്ന് വോട്ടർമാരായ മലയാളികളെ പരിഹസിക്കുന്ന MM മണിയെ പോലെയുള്ളവരെ പിണറായി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ സഹിച്ചു മടുത്തിരുന്നു. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ഷേമപ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇവരുടെ നാവിന് തടയിട്ടില്ലെങ്കിൽ 2026 CPM-നും മുന്നണിക്കും പേടി സ്വപ്നമായിരിക്കും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ. അങ്ങനെയൊന്നും MM മണി പറഞ്ഞു. MM മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അതിനാണ് അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അതിന്റെ പേര് ഒരുമാതിരി പറപ്പ് പൊടിയെന്ന് പറയും. സാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിൻ്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. AKG സെന്ററിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ, ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് MM മണിയുടെ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നുമല്ല, ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നുകൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം. 9.5 കൊല്ലം വരെ ഒന്നും ചെയ്യാതിരുന്ന ഗവൺമെന്റ് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും മുന്നിൽ കണ്ടുകൊണ്ട് 1000 രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ 1000 രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് മണി കരുതിയിരുന്നെങ്കിൽ മണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എവിടെയാണ്? ഇടുക്കിയിലാണ്. MM മണിയുടെ ജില്ല UDF മലപ്പുറം ജില്ല പോലെ തൂത്തുവാരിയിരിക്കുകയാണ്. അത് MM മണി ജില്ലക്കാരനല്ലല്ലോ, മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിലെ ഉയർന്ന നേതാവാണ്, പത്മകുമാറിനെ പോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവനകളെ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. പാർട്ടികളുമായി ബന്ധമില്ല എന്ന് പോലും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. MM മണിയുടെ കുടുംബസ്വത്തും തറവാട് സ്വത്തും എടുത്തിട്ടല്ല ജനങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളാകെ നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് സമാഹരിക്കുന്ന ഖജനാവിലെ പണം അവർക്ക് അർഹതപ്പെട്ട അവകാശമായി ആനുകൂല്യമായി വിതരണം ചെയ്യുമ്പോൾ അയാളുടെ തറവാട് സ്വത്തെടുത്ത് വിതരണം ചെയ്യുന്നത് പോലെയാണ് MM മണിയെ പോലെയുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. കൂടാതെ വമ്പൻ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. ഇവ വോട്ടായില്ല. മറിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെയുള്ള തട്ടിപ്പുകൾ സർക്കാരിനെതിരായ ജനവികാരമായി. മുഖ്യമന്ത്രിക്ക് ശബരിമല ഒരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ശബരിമലയെ പുച്ഛിച്ച് തള്ളുമായിരുന്നല്ലോ. അത് അവരുടെ നിലപാടതായിരുന്നു. ഞങ്ങൾ ആദ്യം മുതലേ അക്കാര്യത്തിൽ ഉറച്ച നിലപാടുമായിട്ട് നിൽക്കുമായിരുന്നു. അത് ശബരിമല ഭക്തരെ മാത്രമല്ല, മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു. കാരണം 2 മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 മുതിർന്ന നേതാക്കൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു ഗവൺമെന്റ്. ശബരിമലയെ പോലെ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാവില്ല എന്ന് പറയുന്നത് ധിക്കാരപരമായ സമീപനമായിരുന്നു. കാരണം ഒരു സർക്കാർ സംവിധാനം അത് നേരിട്ട് അയ്യന്റെ സ്വർണം കവർന്നത് നോക്കി നിന്ന് അത് മൂടി വെച്ച് മറച്ചു വെച്ച് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് വരെ അത് പുറത്തു പോലും അറിയാതെ കാത്ത അവരുടെ ജാഗ്രത പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പത്മകുമാറിനെയും
വാസുവിനെയും കടകപ്പള്ളിയെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാടിനോട് ജനങ്ങളുടെ പ്രതികരണമാണ്. ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അതുപോലെ തന്നെ ഈ വർഗീയത, തീ തുപ്പുന്ന വർഗീയത, കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത. PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ പാർട്ടിയുടെ നിലപാട് മാറ്റം പാർട്ടി അണികളെ പോലും അകറ്റി. BJP വോട്ട് കൂട്ടുന്നത് തിരിച്ചറിഞ്ഞ് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ പിടിച്ചു നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയത് വടക്കൻ കേരളത്തിൽ തിരിച്ചടിയായി. അയ്യപ്പ സംഗമം നടത്തി NSSനെയും SNDPയെയും ഒക്കെ കൂടെ നിർത്തിയിട്ടും സ്വർണ്ണക്കൊള്ളയിലെ വിശദീകരണം പോരായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോഴാണ് മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP കടന്നുകയറുന്നത് സ്വന്തം കോട്ടകളിലാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ പോലെ CPM-ന് നോക്കി നിൽക്കേണ്ടി വരുന്നു. ജോസ് കെ മാണിയെ കൊണ്ടുവന്നതിന് ശേഷം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ഉണ്ടായതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടായതുമില്ല. ഇവിടെയും ജോസ് കെ മാണിക്ക് സ്വന്തം വാർഡിൽ പോലും നേട്ടമുണ്ടാക്കാനായില്ല. പാലായും കോട്ടയം നഗരസഭയും ജില്ലാ പഞ്ചായത്തും എല്ലാം നഷ്ടമായി. ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ ഒലിച്ചുപോയി. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിളിച്ചപ്പോൾ പോകാതിരുന്ന ജോസ് കെ മാണിക്കും കൂട്ടർക്കും പൊള്ളലേറ്റ പോലെയായി. കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിനകത്ത് വിജയവും പരാജയവും ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത്, പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പുറത്ത്. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഭരണം പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആത്യന്തികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. അത് UDF കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി. അതിനുശേഷം നമുക്കറിയാം വളരെ വിഷമവും പ്രയാസങ്ങളും ഒക്കെ കേരള കോൺഗ്രസ് കടന്നുപോയി. ഇപ്പോഴും ആ സംഘടനാപരമായി ബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ മുന്നണിക്കകത്ത് മറ്റ് സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെ വലിയ സമ്മർദ്ദം പുലർത്തിയൊന്നുമല്ല. UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഹൈലൈറ്റ്. 5 വർഷം കൂടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മാറി വന്നിരുന്നത് ഓർമ്മയിലുള്ളതിനാൽ വലിയ അത്ഭുതം ഒന്നും ഇതിലില്ല. UDFന്റെ ജനകീയ അടിത്തറ അത്ര വേഗം നഷ്ടപ്പെടുന്നതുമല്ല. LDF സർക്കാരിനോടുള്ള ഭരണവിരുദ്ധത ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിനെയും UDFനെയുമാണ് ജനങ്ങൾ തേടുന്നത്. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ടീം UDF, അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി KPCC, അവർ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. UDFിലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും നിന്നത്. ഞാനൊരു അവകാശവാദം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിപ്പോൾ ശരിവെക്കുന്നു. UDF എന്ന് പറയുന്നത് കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. ഇത് ഇന്നൊരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകന്റെയും പേരിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനേക്കാൾ BJPയുടെ കുതിപ്പാണ് ശ്രദ്ധേയം. കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് BJP സാന്നിധ്യം ഉണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായത് 3 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് തുല്യമാണ്. ക്രൈസ്തവ മേഖലകളിൽ ഇതിനു മുൻപും എത്തിയിട്ടുള്ള BJPക്ക് ആ മുന്നേറ്റം ഏറിയും കുറഞ്ഞും ആവർത്തിക്കാൻ കഴിഞ്ഞു. പുതുപ്പള്ളി പോലെയുള്ള പഞ്ചായത്തുകളിൽ രണ്ടാമതെത്തി. BJPയെ കേരളത്തിൽ ഇനി ആർക്കും എഴുതിത്തള്ളാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിൽ LDFും UDFും മാത്രമല്ല, ഒരു മൂന്നാം ബദലിനും ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും നിർണായക ശക്തിയായി. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് BJPയുടെ സീറ്റ് വർധന കാരണമാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ സീറ്റിന്റെ പുനർനിർണയവും ഇത്തവണ CPM നേതൃത്വം എങ്ങനെയാണ് സീറ്റുകളെ പുനർനിർണയിച്ചത്, വോട്ടുകൾ എവിടെയൊക്കെ ചേർത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധന നിങ്ങൾ നടത്തിക്കോ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട, നിങ്ങൾ നടത്തിക്കോ. അവർ ജയിച്ച, ഇപ്പൊ ചാലപ്പുറത്ത് BJP ആണ് ജയിച്ചെന്ന് പറഞ്ഞല്ലേ, കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടെ CPM LDF സ്ഥാനാർത്ഥി എത്രാം സ്ഥാനത്താ? തൃശൂരിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയത്. UDFനും BJPക്കും കിട്ടിയ വോട്ടുകളിൽ ഏറെയും ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാണ്. സർക്കാർ വിരുദ്ധത ഒരിടത്ത് കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ UDFന്റെ വിജയം ഇതിലും തിളക്കമുള്ളതായേനെ. യഥാർത്ഥ രാഷ്ട്രീയം ഉരച്ചു നോക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ്. പകുതി ജില്ലകളിൽ ആധിപത്യം തുടരാൻ സാധിച്ചത് LDFന് ആശ്വാസമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോയാൽ പിടിച്ചു നിൽക്കാൻ LDFന് കഴിയും.
പക്ഷേ സ്വന്തം പാളയത്തിലെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയിടാൻ തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലും CPMന് കഴിയാത്തത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വരുത്തുന്ന വലിയ മാറ്റമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എടുത്തു പറയാവുന്ന ഒരു നേട്ടവും തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്തറ തകർന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ. നല്ല രീതിയിലാണ് UDFകാരെല്ലാം സ്ത്രീലമ്പടന്മാരാണെന്ന് പറഞ്ഞു. സ്ത്രീലമ്പടന്മാരെയും ലൈംഗിക അപവാദ കേസുകളിലെയും പ്രതികളെ സ്വന്തം ചിറകിലടിയിൽ ഒളിപ്പിച്ചിരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല, ഇതൊന്നുമായി ബന്ധമില്ല. തദ്ദേശ നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുക. ഞങ്ങളുടെ സർക്കാർ പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. അതായത് ഏപ്രിൽ വരെ മാത്രം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് സഹകരണ സ്ഥാപനങ്ങളുടെ എക്സസ് ഫണ്ട് വാങ്ങി. ഇതൊക്കെ ജനത്തിനറിയാം. ജനം പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണ്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. അതാണ് ഉണ്ടായത്. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും നിലമ്പൂരും ഒക്കെ തോറ്റപ്പോൾ ഭരണ വിലയിരുത്തലല്ല എന്ന് ന്യായീകരിച്ച CPM തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. തിരുത്താൻ ഇനിയും സമയം കുറവാണെങ്കിൽ. അല്ല പിന്നെ തോറ്റെന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റെന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ